നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളായ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും ഏതോ ഒരു വിവാഹത്തിൻ്റെയോ സ്വകാര്യ ഫംഗ്ഷൻ്റെയോ ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നതാണ്. എന്താണ് ഈ വീഡിയോയ്ക്ക് ഇത്ര പ്രാധാന്യം? ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രമുഖരുടെയും അല്ലാത്തവരുടെയും ഒക്കെ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ആർ ടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം അതിൽ നിന്നും വിഭിന്നമായൊരു വിഷയമാണ്. വടകരയിലെ ഈ രണ്ട് സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്നത് ഒരു ബൈ ഇലക്ഷനാണ്. ഈ ബൈ ഇലക്ഷൻ കൊണ്ട് ഖജനാവിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം. ഈ സാമ്പത്തിക നഷ്ടം ആരുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നു? ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോയിൽ കൂടി ആർ ടോക്സ് ഉദ്ദേശിക്കുന്നത് ശൈലജ ടീച്ചറിനെയോ ഷാഫി പറമ്പിലിനെയോ മാത്രമല്ല. നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നത് ജനങ്ങളോട് യാതൊരു ആത്മാർത്ഥതയും സ്നേഹവും കടപ്പാടുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും ഈ പാർട്ടികളിലെ നേതാക്കന്മാരുമാണ് എന്ന് നിസ്സംശയം പറയുന്നതിന് ആർ ടോക്സിന് യാതൊരു മടിയുമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിലവിലുള്ള MLA-മാരെ ഇത്തരത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത്. ഇങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ ഇലക്ഷൻ. ഇപ്പോൾ ഉദാഹരണമായി വടകരയിൽ ആര് ജയിച്ചാലും, ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഷാഫി പറമ്പിലോ ടീച്ചറോ ആര് ജയിച്ചാലും അതാത് മണ്ഡലങ്ങളിൽ ഒരു ബൈ ഇലക്ഷൻ സംഭവിക്കുന്നു. ഈ ബൈ ഇലക്ഷന് വരുന്ന കോടാനുകോടി രൂപ ചെലവാക്കുന്നത് ഞാനും നിങ്ങളും അടക്കുന്ന സാധാരണക്കാരൻ്റെ ടാക്സിൽ നിന്നുമാണ്. ഇങ്ങനെ ഒരു പ്രവണതയെ തടയാൻ പ്രധാനമായും രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ശക്തമായ നിയമനിർമ്മാണം. അതായത് ഇലക്ഷനെ നിയന്ത്രിക്കുന്ന ജനപ്രാതിനിധ്യ നിയമം പോലെയുള്ള നിയമങ്ങളിൽ അമെൻമെൻറ്റ് വരുത്തി നിലവിൽ MLA-യോ MP-യോ ആയിരിക്കുന്ന ആൾക്കാർ തിരിച്ച് MLA-യോ MP-യോ ആയി ഒരു ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന് നിയമനിർമ്മാണം വരണം. നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു നിയമം നിർമ്മിക്കേണ്ട ആൾക്കാർ ഇതേ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ MLA-മാരും MP-മാരും ആണെന്നിരിക്കെ അത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലൂടെ ഈ പ്രവണത തടയുകയില്ല എന്ന് നിസ്സംശയം നമുക്ക് ഉറപ്പിക്കാം. ഒരു സാധാരണ പൗരന് ഇതിൽ എന്താണ് റോള്? സാധാരണ പൗരൻ്റെ റോള് ഇലക്ഷൻ ബൂത്തിലേക്ക് നടന്നു പോകുമ്പോൾ, ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിലവിലൊരു സ്ഥാനം വഹിക്കുന്ന ആൾ ഇങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രാഷ്ട്രീയമോ പാർട്ടിയോ നോക്കാതെ ഞാൻ വോട്ട് ചെയ്യില്ല. കാരണം ഇത് എൻ്റെയും കൂടി നികുതി പണം എടുത്ത് നാളെ ബൈ ഇലക്ഷന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഇങ്ങനെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആർക്കും ഏത് മണ്ഡലമായിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ വോട്ട് ചെയ്യില്ല എന്ന തീരുമാനം ഓരോ പൗരനും എടുത്തെങ്കിൽ മാത്രമേ ഈ പ്രവണതയ്ക്കൊരു അന്ത്യം ഉണ്ടാവുകയുള്ളൂ. ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറേയും പോലെയുള്ള ആൾക്കാർ ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇവരെന്ത് ആത്മാർത്ഥതയാണ് ജനങ്ങളെ കാണിക്കുന്നത്? അവർ ജയിപ്പിച്ചു വിട്ട ഒരു സ്ഥാനാർത്ഥി, അവർ ജയിപ്പിച്ചു വിട്ട ഒരു MLA തൻ്റെ ടെന്യൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി നിർദ്ദേശിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ സ്ഥാനം വേണ്ട എന്ന് വെച്ച് മറ്റൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ അതേ മണ്ഡലമടങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതായത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നിങ്ങളോട് യാതൊരു കടപ്പാടുമില്ലാതെ ടെന്യൂർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഇലക്ഷനിൽ മത്സരിക്കുക. ഇങ്ങനെ ജനങ്ങളോട് യാതൊരു കടപ്പാടും യാതൊരു സ്നേഹവും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തിട്ട് എന്താണ് കാര്യം? ഈ പാർലമെന്റിലേക്ക് ഇവരിൽ ആരെങ്കിലും ജയിച്ച് നാളെ മറ്റൊരു സാഹചര്യത്തിൽ പാർട്ടി പറയണം നിങ്ങൾ പോയി വേറൊരിടത്ത് മത്സരിക്കൂ. വീണ്ടും ഇതേ ബൈ ഇലക്ഷൻ എന്ന പ്രഹസനം നടക്കുന്നു. അവിടെയും ആരുടെ പണം? നമ്മുടെ നികുതി പണം. പെൻഷൻ പോലും കൊടുക്കാൻ കാശില്ലാത്ത സംസ്ഥാന സർക്കാരുള്ള നാട്ടിൽ ഇത്രയും ബൈ ഇലക്ഷനുകളുടെ ആവശ്യം എന്താണ്? ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ആർ ടോക്സിന് പറയാനുള്ളത്, രാഷ്ട്രീയ വിശ്വാസം ഏതുമായിക്കോട്ടെ, നിങ്ങൾ ഏത് പാർട്ടിയുടെ പ്രവർത്തകനായിക്കോട്ടെ അല്ലെങ്കിൽ വിശ്വാസി ആയിക്കോട്ടെ സപ്പോർട്ടർ ആയിക്കോട്ടെ, ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്തരത്തിൽ അധികാരസ്ഥാനത്തിലിരിക്കുന്നവർ ജയസാധ്യതയും പാർട്ടി നിർദ്ദേശവും മാത്രം നോക്കി വീണ്ടും മത്സരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ വോട്ടർമാരുടെ ആത്മാഭിമാനത്തെയാണ് എന്ന വസ്തുത മനസ്സിലാക്കി യുക്തിപൂർവ്വം വോട്ട് ചെയ്യുവാൻ ഓരോ പൗരനും തയ്യാറാകാത്ത പക്ഷം ഈ ദുർച്ചെലവും ഈ ജനങ്ങളെ നോക്കി കോമാളികളാക്കുന്ന പരിപാടിയും രാഷ്ട്രീയ പാർട്ടികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ജനാധിപത്യത്തിൽ ഇതൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ട പൗരന്മാരാണല്ലോ നമ്മൾ, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതൊരു ശരിയായ രീതിയാണോ? നിലവിൽ MLA ആയിരിക്കുന്ന ആൾക്കാർ MP ആയി വീണ്ടും പാർലമെൻറ്റിലേക്ക് കാലാവധി കഴിയുന്നതിന് മുമ്പ് മത്സരിക്കുന്ന ഈ നടപടി ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ, അത് ഷാഫി പറമ്പിലോ മുകേഷോ ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ, ഇവർക്ക് എന്ത് പ്രതിബദ്ധതയും എന്ത് കടപ്പാടും എന്ത് നന്ദിയുമാണ് ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ളത്? എൻ്റെ പ്രിയ പ്രേക്ഷകർ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.